എല്ലാവർക്കും നമസ്കാരം. വലിയൊരു അപകടത്തിൽ നിന്നാണ് കരകയറി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പറയാൻ. ഈ അപകടത്തിന് ഉണ്ടായ സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയതുപോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ മിഷേൽ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കുറേ കാക്കി ഡ്രസ്സിട്ട ലേഡീസ് അവിടെ നിൽക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കിടത്തിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും, അപ്പൊ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോ അത് അതിലേ കൂടി വന്നോളും, ട്യൂബിൽ കൂടി കിട്ടിക്കോളും എന്നാ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ മൂത്രം ഒഴിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് എന്നോട് പറയും ഇത് ഓക്സിജൻ ആണെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വിവരമില്ലേ, നമ്മൾക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട്. നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, നമ്മൾ എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ, അറിവില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് വന്നയാളാ, എന്നോട് പറയണ്ട എന്താ വ്യത്യാസം ആസ്റ്ററിൽ എന്ന് ചോദിച്ചപ്പോൾ ആസ്റ്ററിൽ പോയി ഇറങ്ങിയാൽ തന്നെ ഒരു എയർപോർട്ടിൽ പോയ അനുഭവമായിരിക്കുന്നു. സത്യത്തിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തിൽ വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവമാണ്. ഇന്നലെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു സിസ്റ്റർ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടിക്കെന്ന് ചോദിക്കുകയും കൂടെ ചെയ്തു. അത്രയ്ക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ PT ദൈവത്തോടൊപ്പം ചേർത്ത് നിർന്ന് എന്നെ കൈവെള്ളയിലെടുത്ത് കാത്തതാവും. അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരിക്കുകളൊക്കെ കൊണ്ട്, ഞാൻ ചെറിയ പരിക്കെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ വന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതുണ്ടെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും പൊട്ടിത്തെറിച്ചു പോയേനെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേച്ചിക്ക് തടി ഉള്ളത് കൊണ്ടാണ് നന്നായതെന്ന്. അപ്പൊ തടി ഉള്ളത് കൊണ്ട് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോ മിഷേൽ ഡോക്ടർ അടുത്ത ദിവസം എന്നോട് വന്ന് പറയാ, ചേച്ചി മാഡത്തിന് അറിയാമോ, ഇവിടെ 4 പേരൊക്കെ ചേർന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോണ്ടിരുന്നേ. അത് കേട്ടപ്പോ തടി അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നി. ഇനിയൊരു വർഷം കൊണ്ടെങ്കിലും ഈ തടിയൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു. ഞാനിത് തമാശക്ക് പറയുമ്പോൾ ചെറിയ കാര്യത്തിൽ നിന്നല്ല ഞാൻ കരകയറി വന്നിരിക്കണേ എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്സ് എൻ്റെ വലുതും ഇടതും ഇരിക്കുന്ന ഉണ്ണി ഡോക്ടറിന്റെയും അതേപോലെ MD ഇത് നയിക്കുന്ന MD കൃഷ്ണദാസിന്റെയും അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഡോക്ടേഴ്സിന്റെയും ഒക്കെ വിജയമാണ്. അതുപോലെ ഡോക്ടേഴ്സ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ പരിപാലിച്ചിരുന്ന നഴ്സസ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ടീം, അതുപോലെ തന്നെ അല്ലാത്ത സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇനി പീറ്ററേട്ടൻ ഭക്ഷണം കൊണ്ടുതരുന്നത് കൃത്യമായി തരുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. സത്യത്തിൽ ആദ്യം യൂണിവേഴ്സിറ്റിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ആലോചിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ആശ്വസിച്ചത് എന്നെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസിന്റെയും കൃഷ്ണനുണ്ണിയുടെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവര്
കൂടെ ഉണ്ടാവും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായി. ഒരുപാട് ഞാൻ പറയുന്നില്ല. ഇനി ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാനുള്ള അവസരങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും, വിഷ്ണുവിനെയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവര്, അതുപോലെ പീട്ടിയുടെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ്, ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ്. ആ രണ്ട് കുടുംബങ്ങളും, എൻ്റെ കുടുംബവും അതുപോലെ പീട്ടിയുടെ കുടുംബവും ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം. അതുപോലെ എൻ്റെ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചു. ഓരോരുത്തരും എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു. തിരിച്ചു വരാനാകും, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുള്ള ധൈര്യം തന്നു എന്നുള്ളതൊക്കെ തന്നെ. പിന്നെ പീട്ടിയുടെ ഭാര്യ ആയതുകൊണ്ട് പീട്ടിയുടെ പൾസ് എനിക്കും ഉണ്ട് എന്ന് തന്നെ കരുതാം. എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരികെ വരാൻ പറ്റുമെന്ന്. പുറത്തേക്ക് വരണം എന്നുള്ള ഒരു വിശ്വാസവും അതുപോലെ ആഗ്രഹവും അത് തന്നെയായിരിക്കും ഇത്രയും സ്പീഡി റിക്കവറി എനിക്കുണ്ടായത് എന്ന് വിശ്വസിക്കുകയാണ്. ശ്രവിച്ചവർക്ക് ഏവർക്കും നന്ദി. അതുപോലെ ഓരോരുത്തരും മീഡിയ സുഹൃത്തുക്കള് ഇത് ലൈവായിട്ട് നിർത്താനായിട്ട്, ഇത് ഇത്ര വലിയൊരു അപകടം, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പേരെടുത്ത് പറയുകയാണ്. ഓരോരുത്തർക്കും നന്ദി. ഒരുപാട് സന്തോഷം.